ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്ബതൽ വജ്ദു ഖാതൈ അബ്റത്തിൻ വവന മിസ്ലൽ ബഹാരി അലാ ഖദ്ദൈക വൽ ആലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ബുർദ പഠന ക്ലാസിൻ്റെ 4ാം സുദിനത്തിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക്, അവിടത്തോടുള്ള മഹബത്ത്, അതിങ്ങനെ കവിതയായി മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നത്, അതിങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, വഅസ്ബതൽ വജ്ദു, കടുത്ത സ്നേഹം, ഹൃദയവേദന, സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന വേദന, അതിനാണ് വജ്ദ് എന്ന് പറയുന്നത്. അത് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഖത്തൈ അബ്റത്തിൻ വലന, കണ്ണുനീരിൻ്റെയും മെലിച്ചിലിൻ്റെയും 2 അടയാളങ്ങൾ. ഖത്തൈ എന്ന് പറഞ്ഞാൽ 2 വരകളാണ് നേരെ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കണ്ണുനീര് ഒലിക്കുന്നതിനാലുള്ള അടയാളവും, അതുപോലെ ചിന്തിച്ചിട്ട് ഹൃദയത്തിൽ ഇഷ്ക് നിറഞ്ഞിട്ട് അതിനാൽ മറ്റെല്ലാ ചിന്തകളും മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ശരീരം അതിൽ ലയിച്ച കാരണം കൊണ്ട് ശരീരത്തിന് മെലിച്ചിൽ വരുന്നു. അപ്പം ശരീരത്തിൻ്റെ മെലിച്ചിലും ഈ 2 അടയാളത്തെ ഈ മനോവേദന, ഈ കഠിനമായ സ്നേഹത്തിൻ്റെ ആധിക്യം, അത് 2 അടയാളങ്ങളെ ഇതാ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. മിസ്ലൽ ബഹാരി, അത് മഞ്ഞ ചെടി പോലെ, അലാ ഖദ്ദൈക, നിന്റെ 2 കവിളിൻ്റെ മേലിൽ, വൽ അനമി, അതുപോലെ തന്നെ അനമ് എന്ന് പറഞ്ഞാൽ ചുവന്ന ചെടി. അപ്പോ അത് 2 നിറങ്ങൾ, ആ നിറങ്ങളെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മഹാനവർകൾ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. അഥവാ ശരീരം ഈ സ്നേഹത്തിൽ ലയിച്ച് അതിൽ വേദനിച്ച് ദുഃഖിച്ച് ശരീരം മെലിഞ്ഞ് മഞ്ഞളിച്ചിട്ടുണ്ട്, മഞ്ഞ നിറത്തിലായിട്ടുണ്ട്. അപ്പം അതിനെ മഞ്ഞച്ചെടിയോടും, അതുപോലെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് അത് രക്തവങ്കിലമായ കണ്ണുനീരായതുകൊണ്ട് അതിനെ ചുവന്ന അനം ചെടിയോടും ഉപമിച്ചിരിക്കുകയാണ്. ഇനി ചില ആളുകൾ ബഹാറ് അനമ് എന്നതിന്, ബഹാറ് എന്നത് മഞ്ഞ പുഷ്പം, നമ്മൾ ചമ്പക പുഷ്പം എന്നൊക്കെ പറയല്ലോ, അതുപോലെ അനമ് എന്ന് പറഞ്ഞാൽ ചുവന്ന പുഷ്പം, നമ്മൾ ചെമ്പരത്തിപ്പൂ എന്നൊക്കെ പറയല്ലോ, അതുപോലെ ചുവന്ന ഒരു പുഷ്പം അതാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പോൾ ഈ 2 ചെടിയെപ്പോലെ, അഹംപുഷ്പത്തെ പോലെയും അതുപോലെ ചുവന്ന ചെമ്പരത്തിപ്പൂവ് പോലെയും അതാ ഈ അടയാളങ്ങൾ ഇങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കുന്നു. മഹാനവർകൾ ഉദ്ദേശിക്കുന്നത് ഈ കഠിനമായ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ശരീരം അത് മെലിഞ്ഞ് മഞ്ഞളിച്ചിരിക്കുന്നു. മഞ്ഞപ്പിത്തൊക്കെ ഉണ്ടായാൽ ശരീരം ഇങ്ങനെ മഞ്ഞളിക്കുമല്ലോ, അതുപോലെ കണ്ണുനീര് ഒലിച്ച് അത് അവിടെ ചാലിട്ടൊഴുകിയിട്ട് അതിൻ്റെ അടയാളം ചുവന്ന നിറത്തിൽ ആയിപ്പോയിട്ടുണ്ട് എന്ന് മഹാനവർകൾ അതിനെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, نعم صار طيف من
أهوى فأرقني والحب يعترض لذاتي بالعالمين. മാനവകൾ പറയുകയാണ്, നഅം, അതെ, സമ്മതിച്ചിരിക്കുന്നു. എന്നിൽ ഇഷ്കുണ്ട്, എന്നിൽ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് ശരീരത്തിൽ അത് പ്രകടമാകുന്നുണ്ട്, ശരീരത്തിൽ അത് നോക്കി വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. അടങ്ങാത്ത വിശ്വാസമാ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം മനസ്സിൽ കുടികൊണ്ടിട്ടുണ്ട്. ആ വസ്തുത ഇനി നമ്മൾ മറച്ചു വെക്കുന്നില്ല. ശരിയാണ്, നഅം, അതെ, സമ്മതിച്ചു. സറാ ത്വയ്ഫുമൻ, ഒരുത്തരുടെ രൂപം അതതാ രാത്രി വന്നിരിക്കുന്നു. അഹുവ, ഞാൻ സ്നേഹിക്കുന്ന ഒരുത്തരുടെ രൂപം അത് രാത്രിയിൽ നടന്നിരിക്കുന്നു. ഉദ്ദേശം രാത്രി കിനാവിൽ വന്നിരിക്കുന്നു. ഫഅർറഖനി, അതെന്നെ ഉറക്കൊഴിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടഭാജനമായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ ഞാൻ അവിടുന്ന് സ്വപ്നദർശനം എനിക്കുണ്ടായി. എനിക്കവിടുന്ന് സ്വപ്നദർശനം ഉണ്ടായി. അതോടുകൂടി പിന്നീട് എൻ്റെ കാര്യം പറയാനില്ല. ആ റസൂലുള്ളാഹിയെ ചിന്തിച്ചിട്ട് പിന്നീട് ഉറക്കില്ല. ഫഅർറഖനി, അതെന്നെ ഉറക്കൊഴിപ്പിച്ചു. വൽ ഹുബ്ബു, സ്നേഹമുണ്ടല്ലോ, അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, അത് യഅ്തരിദുൽ ലദ്ദാത്തി, രസങ്ങളെ നേരിടും, ബിൽ അലമി, വേദനകളെ കൊണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹവും അങ്ങേയറ്റത്തെ മഹബ്ബത്തും അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് വേദനകളവിടെ പ്രശ്നമാവുകയില്ല, വേദനകളെ അവിടെ കാര്യമാക്കുകയില്ല. ചിലപ്പോൾ അത് സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട്, അതുപോലെ ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒടുങ്ങാത്ത സ്നേഹമുണ്ടാകുമ്പോൾ, അങ്ങേയറ്റത്തെ മഹബത്തുണ്ടാകുമ്പോൾ അവിടെ ഈ വേദനകൾ, ആ വേദനകൾ അത് മറ്റ് രസങ്ങളെ അത് തള്ളിക്കളയും, മറ്റ് രസങ്ങൾക്ക് തടസ്സമാകും. ചിലപ്പോൾ ഉറക്ക് വരികയില്ല, ഉറക്ക് രസമാണ്. ചിലപ്പോൾ ഭക്ഷണം വേണ്ടി വരികയില്ല, ഭക്ഷണം രസമാണ്. അതുപോലെ പല സുഖ സൗകര്യങ്ങളും ചിലപ്പോൾ ത്യജിക്കും. കാരണം ഇവിടെ ഈ ഇഷ്ടപ്പെടുന്നത് ലഭിക്കണം, ഈ ഇഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ കൂടണം, ആ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ചിന്തയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ മറ്റ് രസങ്ങൾ, ആ രസങ്ങളെക്കുറിച്ച് അവിടെ ചിന്ത വരികയില്ല. മറ്റ് സുഖങ്ങൾ, സൗകര്യങ്ങൾ അത് നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ചിന്തിക്കുകയില്ല. അതൊക്കെ ഈ സ്നേഹത്തിന് വഴിമാറിപ്പോകും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കമിതാക്കൾ തൂങ്ങി മരിച്ചു, കമിതാക്കൾ തീ കൊളുത്തി. ഈ ചെയ്യുന്നത് ശരിയല്ല, അത് അവരുടെ ബുദ്ധിയില്ലായ്മയും അവരുടെ ഭാഗ്യക്കേടുമാണ്. പക്ഷെ അവിടെ ആ സ്നേഹം മൂത്തത് കൊണ്ട്, സ്നേഹം കൂടിയത് കൊണ്ട്, അത് അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത തരത്തിലുള്ള സ്നേഹവും ആ ചിന്തയില്ലാത്ത തരത്തിലുള്ള മഹബത്തുമായതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ ഞാനത് ഉദാഹരണം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ സ്നേഹിച്ച്, അങ്ങേയറ്റം സ്നേഹിച്ച്, ആ സ്നേഹിച്ചവളെ കിട്ടാഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹിച്ചവനെ കിട്ടാഞ്ഞാൽ എന്നാ നീ മരണമായിക്കോട്ടെ, എന്നാ നീ ജീവിതം നശിച്ചോട്ടെ, നീ ജീവിതം അവസാനിപ്പിക്കുക എന്ന തരത്തിലേക്ക് മനുഷ്യന്മാരായി പോകാറുണ്ടല്ലോ. പക്ഷേ അതൊക്കെ അവൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാനുള്ള വേദിയായിക്കൊണ്ട് ഇബ്ലീസ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇവിടെ ഈ പറയുന്നത് അതല്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ആ മഹബത്തും അത് പല കാര്യങ്ങളും മാറ്റിവെച്ച് ആ ചിന്തയിലും ആ ഒരു രൂപത്തിലുമാണ് ഇനി കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അവതരിപ്പിക്കാൻ വേണ്ടി മഹാനവർകൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങേയറ്റത്തെ സ്നേഹം, അങ്ങേയറ്റത്തെ മഹബത്ത് അത് രസങ്ങൾക്ക്, വേദനകളെ കൊണ്ട് വഴിമാറും എന്ന് മഹാനവറുകൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ മഹാനവറുകൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾക്കൊരു കാര്യത്തിൽ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായാൽ, അങ്ങേയറ്റത്തെ താല്പര്യമുണ്ടായാൽ, അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടായാൽ അവിടെ മറ്റ് ഭൗതിക സുഖങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകേണ്ട നേട്ടങ്ങൾ അത് ചിന്തിക്കുകയില്ലല്ലോ.
അതിനൊക്കെ നമ്മൾ ത്യജിച്ചിട്ട് നാം ഈ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക്, ഇഷ്ടപ്പെടുന്ന സാധനത്തിലേക്ക് നമ്മൾ നീങ്ങുമല്ലോ. അത് ചിലപ്പോൾ ഉറക്ക് നഷ്ടപ്പെടാനും ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനും ശരീരത്തിൻ്റെ മറ്റു പല പ്രയാസങ്ങൾക്കും അത് കാരണമായി തീരാറുണ്ട്. എന്നാൽ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തെക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടതും നാം ഏറ്റവും സ്നേഹിക്കുന്നതും ആകേണ്ടി വരുമല്ലോ, ആകണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് നമ്മിലേക്ക് പറഞ്ഞു തരികയാണ്. പിന്നീട് പറയുന്നു, യലാഇമി ഫിൽ ഹവൽ ഉദ്രി മഅ്ദിറതൻ മിന്നി ഇലൈക വലൗ അൻസബ്ത ലം തലൂമി. യാ ലാഇമി, എന്നെ ആക്ഷേപിക്കുന്നവനെ, ഫിൽ ഹവൽ ഉദ്രി, അനിയന്ത്രിതമായ ഈ സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്നെ ആക്ഷേപിക്കുന്നവനെ, മഅ്ദിറത്തൻ മിന്നി ഇലൈക, എന്നിൽ നിന്ന് നിന്നിലേക്കൊരു ക്ഷമാപണം, നീ ഒന്ന് ഒഴിവാകണം, നീ എന്നെ വിടണം. വലൗ അൻസബ്ത, നീ നിഷ്പക്ഷത പുലർത്തുകയാണെങ്കിൽ ലം തെലുമി, നീ ആക്ഷേപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മഹാനവർകൾ ഇങ്ങനെ സങ്കല്പിച്ച് പറയുകയാണ്, ഇങ്ങനെ ഇഷ്കുണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ആ കാര്യത്തിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ ശരീരം നഷ്ടപ്പെടും, നിങ്ങളെ വർക്ക് നഷ്ടപ്പെടും, നിങ്ങളെ എല്ലാം ഭൗതിക സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെടുമല്ലോ. ഇത്ര തന്നെ വേണോ, ഒന്ന് നമ്മൾ പിന്തിരിയണ്ടേ, ഒന്ന് നമ്മൾ ശരീരത്തിന് സുഖം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരോട് പറയാണ്, ഇത് എതിരിയായ അഥവാ അനിയന്ത്രിതമായ, നമ്മളെ പിടുത്തത്തിൽ കിട്ടാത്ത, നമ്മളെ നിയന്ത്രണത്തിൽ കിട്ടാത്ത സ്നേഹമാണ്. അതുകൊണ്ട് എന്നെ ആക്ഷേപിക്കണ്ട. അല്ല, ഒരർത്ഥൻ്റെ എതിരി എന്ന് പറഞ്ഞാൽ എതിർ കബീലക്കാരെ സ്നേഹം അവർക്ക് വല്ലാത്ത സ്നേഹമാണ്. സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നതുപോലെ സ്നേഹിച്ച് കൊല്ലാന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതൊരു പ്രയോഗമാണ്. സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറയും പോലെ അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ഒരു കബീലയാണ് എതിരി കബീലക്കാർ. അവരെ സ്നേഹം പോലത്തെ സ്നേഹത്തിന്റെ കാര്യത്തിൽ എന്നെ ആക്ഷേപിക്കുന്നവനെ മഅ്ദിറത്തൻ മിന്നിയിലേക്ക, നീ എന്നെ തൽക്കാലം വിടുക. മഅ്ദിറത്തൻ മിന്നി, എന്നിൽ നിന്ന് നിന്നോടൊരു ക്ഷമാപണം, ഒരു എതിർ പറയൽ. അതുകൊണ്ട് വലൗ അൻസബ്ത, നീ നിഷ്പക്ഷത പുലർത്തുകയാണെങ്കിൽ ലം തെലുമി, നീ ആക്ഷേപിക്കുകയില്ല. എൻ്റെ കാര്യവും എൻ്റെ സ്നേഹവും എൻ്റെ ചിന്തയും അത് എവിടേക്കാണ് പോകുന്നത്, അത് എത്രമാത്രം കുടികൊണ്ടിട്ടുണ്ട്, എത്രമാത്രം ഞാൻ അതിൽ ഗുണം കാണുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുകയാണെങ്കിൽ നീ ഒരിക്കലും എന്നെ ആക്ഷേപിക്കുകയില്ല എന്ന് മഹാനവർകൾ ഇവിടെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.